ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഒരു കൂട്ടുകാരി ചേച്ചി അടുത്ത ദിവസം റഷ്യക്ക് പോവാം. അപ്പം ചേച്ചിക്ക് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രീറ്റ് കൊടുക്കാൻ തീരുമാനിച്ചു. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസമായെങ്കിലും എൻ്റെ സാഹചര്യം കൊണ്ട് എനിക്കിപ്പോഴാണ് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. ഞങ്ങളെല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിയത് എൻ്റെ സ്വന്തം ചേച്ചിയുടെ വീട്ടിലും. ആദ്യം ഞങ്ങൾ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻ മാറ്റി. എല്ലാവരും കൂടി അടിച്ചു പൊളിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ഇരിക്കാൻ കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ. അപ്പോൾ നമ്മളത് പാഴാക്കാൻ പാടില്ലല്ലോ. ഫുഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. കറി ഞങ്ങളുണ്ടാക്കി. ബിരിയാണിക്കുള്ള റൈസ് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങി. കറി വെക്കുന്നതിന് സവോളയൊക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടായിരുന്നു ഒരുക്കിയത്. എല്ലാവരും കൂടെ കുറേ റീൽസ് എടുക്കണം, ഡാൻസ് കളിക്കണം എന്നൊക്കെ നല്ല പ്ലാനിങ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വർത്തമാനത്തിൻ്റെ കൂടുതൽ കൊണ്ട് ഞങ്ങൾക്കതിനൊന്നും പറ്റിയില്ല. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും കരയുന്നുണ്ടായിരുന്നു സവോള അരിയലിൻ്റെ. നമ്മുടെ വൈബിനനുസരിച്ച് കുറച്ച് പേരെ കിട്ടുക എന്നത് തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മുടെ ഫാമിലീസും ആ കൂടെ കൂടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേ. കറിക്കുള്ളതെല്ലാം ഞങ്ങൾ റെഡിയാക്കി. പിന്നെ ഞങ്ങളുടെ ചർച്ച ഹാളിൽ നിന്നും കിച്ചണിലേക്കായി. ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിൽ നല്ല ചർച്ചയിലായിരുന്നു. ചർച്ചക്കിടയിലും ഡാൻസിന് കുറവൊന്നുമില്ലായിരുന്നു. അതിനിടയ്ക്ക് രണ്ടുപേരെ കാണാൻ നോക്കുമ്പോൾ രണ്ടും കൂടെ മാറി നിന്ന് സൊള്ളുക. എല്ലാവരും കൂടെ പോയി കളിയാക്കി. പിന്നെ എല്ലാവരും കിച്ചണിലേക്ക് തിരിച്ചു വന്നു. കറി ഇളക്കുന്നതിനിടയിൽ ഇളക്കിക്കൊണ്ടിരുന്ന ആൾ മിസ്സായി. അതിൻ്റെ കാര്യം പറഞ്ഞ് ചിരിച്ചു. നോക്കുമ്പോഴത്തേ ആളും നിന്ന് സൊള്ളുന്നു. എല്ലാവരും കൂടെ വന്നു. പിന്നെയും കിച്ചണിലെത്തി. ആ കൂട്ടത്തിൽ ചെറിയൊരു ചർച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ചിക്കൻ കാൽ റെഡിയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കാലൊക്കെ ഷെയർ ചെയ്ത് ചിക്കൻ കാല് കഴിച്ചെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് പൊട്ടിച്ചു. ഞങ്ങളെല്ലാവരും കിച്ചണിലായതുകൊണ്ട് ചേട്ടന്മാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് കിച്ചണിൽ വന്ന് നോക്കുന്നുണ്ടായിരുന്നു. ദേ ചിക്കൻ കാലുമായിട്ട് പിടിവലി വിടുന്ന കാശി. ഈ ചേച്ചിയാണ് പോകുന്നത്. ചേച്ചിയും ചിക്കൻ കാലായിട്ട് പിടിവലിയായിരുന്നു. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫുഡ് കൊടുത്തു. പിന്നെ ഓരോ മുറിയിൽ പിള്ളേരായി, ചേച്ചിമാരായി, ചേട്ടന്മാരായി എല്ലാവരും മാറി മാറി നിന്ന് ചർച്ചയിലായിരുന്നു. പിന്നെയും എല്ലാവരും ഇടയ്ക്കിടയ്ക്ക് കിച്ചണിൽ വരുന്നുണ്ടായിരുന്നു ചർച്ച ചെയ്യാൻ. ചർച്ചയെല്ലാം കിച്ചണിൽ നിന്നും കിച്ചണിലേക്ക് എല്ലാവരും വന്നു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു ഫാമിലി പോലെയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിനിടയിലും ഞങ്ങൾ ചർച്ചയ്ക്ക് കുറവൊന്നുമില്ലായിരുന്നു. ചർച്ചയാണ് മെയിൻ. പിന്നെ ചിരിയായി, ചർച്ചയായി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേച്ചി പോകുന്നതിൻ്റെ വകയായിട്ട് ചേച്ചിക്ക് ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇച്ചിരി മോഡേണായിട്ട് ലുക്കായിട്ട് നടന്നോട്ടെ എന്ന് ഓർത്ത് അതൊക്കെ വെച്ച് നോക്കി. ഒരു ഫോട്ടോയായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ എടുത്ത് വന്നപ്പോൾ അതൊരു വീഡിയോ ആയി പോയി. ചേച്ചിനെ ഹാപ്പിയാക്കി വിടുക എന്നാൽ മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അതെന്തായാലും ഞങ്ങൾക്ക് സാധിച്ചു. എല്ലാവരും ഹാപ്പി ആയിട്ടിരുന്നു. ചേച്ചിയും നല്ല ഹാപ്പി ആയിരുന്നു. കരഞ്ഞുകൊണ്ട് പോയാൽ ഞങ്ങൾക്കതൊരു സങ്കടമായാനേ.